എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഷാങ്സ് ആളാണെങ്കിൽ ആ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ അവിടേക്ക് മാസായിട്ട് എത്തിയിരിക്കുകയാണ്. ഷാങ്സിനെ കാണേണ്ട താമസം എല്ലാവരും ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. സെൻഗോക്കുവിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം, കാർപ്പിനാണെങ്കിൽ ഷാങ്സിനോട് ഭയങ്കര ദേഷ്യമാണ്. കാരണം അവൻ ഒറ്റ ഒരാൾ കാരണമാണ് ലൂഫി അവൻ പൈററ്റ് ആവണമെന്ന് തീരുമാനിച്ച് ഇപ്പോ ഈ ഗതിയിലായത്. ഇവിടെ ബ്ലാക്ക് ബിയർഡിനാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ല. ആരൊക്കെ വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല, എന്റെ അത്രയും പവർ ഒരു മനുഷ്യനും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കുകയാണ്. ഷാങ്സിനെ കണ്ട് തരിച്ചു നിൽക്കുന്ന സമയത്ത് ഫാർഗറിലോ ആളാണെങ്കിൽ ഇപ്പൊ ജിംബയെയും ലൂഫിയെയും സേഫ് ആക്കി കപ്പലിന്റെ അകത്തേക്ക് കൊണ്ടുപോയി അവിടുന്ന് പോവാണ്. ട്രഫാൽഗറിന്റെ കപ്പലിന്റെ ഉള്ളില് എല്ലാ മെഡിക്കൽ ഫെസിലിറ്റിയും ഉണ്ട്. മാത്രമല്ല അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഇവിടെ ഷാങ്സിനെ കണ്ട് ബഗ്ഗി ഷോക്കാവും. ഷാങ്സ്, നിനക്കെന്താ ഇവിടെ കാര്യം? നീ എങ്ങനെ ഇവിടേക്ക് എത്തി? ഷാങ്സ് ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ ലൂഫിയുടെ തൊപ്പി അത് ബഗ്ഗിക്ക് നേരെ നീട്ടും. ഇത് എത്രയും പെട്ടെന്ന് സേഫായി നീ ലൂഫിയുടെ അടുത്ത് എത്തിക്കണം. അത് കേട്ട് ബഗ്ഗിക്ക് കാലി ഇളകും. കാരണം ഓൾറെഡി ബഗ്ഗിക്ക് ഷാങ്സിനെ തീരെ ഇഷ്ടമല്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിന്റെ വേലക്കാരനൊന്നുമല്ല, ഒരു കാരണവശാലും നീ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല എന്ന് ബഗ്ഗി തീർത്തു പറയും. ഷാങ്സിനാണെങ്കിൽ അത് കേട്ട് ചിരി വരും. അവനെ നന്നായിട്ട് ട്രിക്ക് ചെയ്യാൻ ഷാങ്സിന് നന്നായിട്ട് അറിയാം. അവൻ പറയും, ഈ ക്യാപ്പ് അത് കറക്റ്റ് ആയിട്ട് ലൂഫിയുടെ കയ്യിൽ എത്തിക്കുകയാണെങ്കിൽ ഒരു ട്രഷർ മാപ്പ് അതാണ് ഞാൻ നിനക്ക് പ്രതിഫലമായിട്ട് തരാം. അത് കേൾക്കേണ്ട താമസം ബഗ്ഗി അവനങ്ങനെ ചാടി വന്ന് ആ ക്യാപ്പ് കൊടുത്ത് ലൂഫിക്ക് നേരെ പോവാണ്. ഇവിടെ ഷാങ്സ് ഒരു സെക്കൻഡ് ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ലൂഫി ആയിട്ടുണ്ടായിരുന്ന ആ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ്, പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോ ഇപ്പൊ ഷാങ്സിന് ലൂഫി ഓർത്ത് ഒരുപാട് അഭിമാനം തോന്നും. ഇവിടെ കപ്പലിലാണെങ്കിൽ ആ കരടി പേടിച്ചോടി വന്ന് ട്രഫാൽഗറിനോട് പറയും, ക്യാപ്റ്റൻ നമുക്ക് എത്രയും പെട്ടെന്ന് കടലിനടിയിലേക്ക് പോകണം. ട്രഫാൽഗർ ആണെങ്കിൽ ഇപ്പൊ കപ്പലിന്റെ ഡോർ അടയ്ക്കാൻ എൻട്രൻസിലേക്ക് വരും. അപ്പോഴായിരിക്കും ബഗ്ഗി അവൻ ഓടി വന്ന് കയ്യിലുള്ള ലൂഫിയുടെ ക്യാപ്പ് അത് ട്രഫാൽഗറിന് ഇട്ട് കൊടുക്കും. അവൻ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്ത് കപ്പലിന്റെ ഡോർ അടച്ച് പതിയെ സബ്മറീൻ അത് കടലിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോവാണ്. അതേസമയം ഷാങ്സിനാണെങ്കിൽ ലൂഫി ഒന്ന് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ അവന്റെ അടുത്തേക്ക് പോയാൽ അത് അവന് കൊടുത്ത വാക്കിന് ഒരു വിലയില്ലാത്തതുപോലായി പോകുന്നു പറഞ്ഞ് ഷാങ്സ് ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫിയെയും ചിംബയെയും അവർ രണ്ടുപേരെയും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി കഴിഞ്ഞു. ട്രഫാൽഗർ ആ ഒരു ക്യാപ്പ് സേഫായി അവന്റെ ഒരു അസിസ്റ്റന്റിന്റെ കയ്യിൽ കൊടുക്കും. അതിനുശേഷം ഓപ്പറേഷൻ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഓക്സിജൻ മാസ്ക് ഒക്കെ ഫിറ്റ് ചെയ്ത് അവരിപ്പോ ലൂഫിയുടെ കണ്ടീഷൻ അതൊന്ന് സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കും. അപ്പോഴാണെങ്കിൽ കപ്പല് അത് പെട്ടെന്ന് ഷേക്ക് ചെയ്ത് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്നതായിട്ട് അവർക്ക് തോന്നും. ഉടനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് കാണിക്കും അവക്കിജി. അവനാണെങ്കിൽ കപ്പൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഭാഗവും അവന്റെ പവർ വെച്ച് ഫ്രീസ് ചെയ്തു. ഇവിടെ കപ്പൽ ഓടിച്ചുകൊണ്ടിരുന്ന പാർട്ട് അവനാണെങ്കിൽ കപ്പൽ വീണ്ടും വീണ്ടും താഴേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും. അവൻ ഒരുപാട് നേരം ശ്രമിക്കുമ്പോ കറക്റ്റ് ആയിട്ട് കപ്പൽ പതിയെ താഴേക്ക് പോവാണ്. ഐസ് വീണ്ടും നല്ല സ്ട്രോങ് ആയി ആഴത്തിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങും. അവൻ കപ്പലിന്റെ സ്പീഡ് കൂട്ടി മുൻപോട്ടേക്ക് കുതിക്കും. അവരിപ്പോ ഒരു വിധത്തില് ഐസ് പവറിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരേക്ക് പോയി. പക്ഷെ കിസറു അവനാണെങ്കിൽ അവരെ ഫോളോ ചെയ്ത് കപ്പൽ പോയിക്കൊണ്ടിരുന്ന ഭാഗത്ത് അറഞ്ച പുറഞ്ചം ലൈറ്റ് പവർ വെച്ച് അറ്റാക്ക് ചെയ്യും. ജീം വാട്ടറിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിന് ട്രഫാൽഗർ പറയും, നീ കപ്പലിനെ കൂടുതൽ ഡീപ് സീയിലേക്ക് കൊണ്ടുപോകും. മുകളിൽ അവനാണെങ്കിൽ ലൈറ്റ് പവർ വെച്ച് വിടാതെ അറ്റാക്ക് ചെയ്യും. നമ്മുടെ ചുന്ദരിപ്പെണ്ണ് പ്രിൻസസ് ലൂഫിയുടെ പേരൊക്കെ വിളിച്ച് നിലവിളിച്ച് കരഞ്ഞ് പിന്നാലെ ഓടും. പക്ഷെ അവൾ കൊണ്ട് ഒരുപാട് ദൂരം പോവാനാവില്ല. പക്ഷെ പ്രിൻസസ് അവള് പ്രതീക്ഷ കൈവിടാതെ ഒരു നേവി കപ്പലെടുത്ത് കുറച്ച് നേവി സോൾജേഴ്സുമായി ലൂഫിയുടെ പിന്നാലെ പോവും. ഇവിടെ ഷാങ്സ് അവനാണെങ്കിൽ കടലിലേക്ക് തന്നെ നോക്കും. ലൂഫിക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്ന് മാത്രമാണ് അവന്റെ മനസ്സിൽ. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ബഗ്ഗി ആണെങ്കിൽ വമ്പ കലിപ്പിലാണ്. അവനിപ്പോ ഷാങ്സിന്റെ ഷർട്ട് പിടിച്ച് വലിച്ച്, യു ആർ അൺബിലീവബിൾ, നീ ഇങ്ങനെ ഒരുത്തനായിരുന്നോ? ആക്ച്വലി നീ കാരണം എനിക്ക് എപ്പോഴും ലോസ് ആണ്. ഇപ്പൊ പോലും ട്രഷർ മാപ്പ് തരാന്ന് പറഞ്ഞ് നീ എന്നെ പറഞ്ഞു പറ്റിച്ചല്ലേ. എനക്കൊരു കാര്യം അറിയോ? പണ്ട് നീ കാരണമാണ് ഞാൻ സെയിൽ ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു ഡെവിൾ ഫ്രൂട്ട് എനിക്ക് കഴിക്കേണ്ടി വന്നത്. അതിലൂടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന ട്രഷർ മാപ്പ്, ട്രഷറുകള് അതൊക്കെ തന്നെ എനിക്ക് നഷ്ടമായി. നീ ഒറ്റൊരുത്തൻ കാരണമാണ് എന്റെ ജീവിതം ഇങ്ങനെ നശിച്ചു പോയെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കും. താങ്ക്സ് ആണെങ്കിൽ അതൊക്കെ കണ്ട് വലിയൊരു ഓസ്കാർ അഭിനയിട്ട് കൊടുക്കാണ്. ഓ മൈ ഗോഡ്, അങ്ങനെയൊക്കെ ഉണ്ടായോ? ആക്ച്വലി അതൊന്നും ഓർമ്മയേ ഇല്ല എന്ന് പറഞ്ഞ് അവനിപ്പോ കൈ അങ്ങനെ നീട്ടി നിൽക്കും. ബഗ്ഗി ആണെങ്കിൽ ഇപ്പൊ വലിയൊരു വാണിംഗ് കൊടുക്കും. നീ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് വെച്ചാ അത് ചെയ്തിട്ട് പോണം, അല്ലെങ്കിൽ ഈ ഒരു വാറ് അത് ഞാൻ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ ആറ്റിറ്റ്യൂഡിൽ നിൽക്കാണ്. അപ്പൊ ദൂരത്തായിട്ട് അവന്റെ പൈററ്റ്സ് ടീം ആണെങ്കിൽ ബഗ്ഗി സംസാരിക്കുന്നൊക്കെ കണ്ട് അങ്ങനെ കെയർഫുൾ ആയിട്ട് നിൽക്കും. ഷാങ്സ് ആണെങ്കിൽ
4 എംപററിൽ ഒരാളാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നമ്മുടെ മുതലാളി മിസ്റ്റർ ബഗ്ഗി ആള് ചില്ലറക്കാരനല്ല. അദ്ദേഹം ഗോഡിന് കഴിഞ്ഞ് മുകളിലാണ്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്താണ് ആളുടെ പവർ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ആ പ്രാന്തം പൈററ്റ്സ് ടീം അവരിപ്പോ ബഗ്ഗിയെ വാഴ്ത്തി പാടും. അപ്പോഴായിരിക്കും ഇവിടെ ബഗ്ഗിക്ക് അവനൊരു ബുദ്ധി വെളിച്ചമുണ്ടാകുക. ഈ ഒരു ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഇതിനാരുടെയെങ്കിലും സഹായം അവൻ ആവശ്യമാണ്. ഷാങ്സ് ഇവിടെ ഉള്ളിടത്തോളം കാലം അവന്റെ രോമത്തിൽ പോലും ആരും തൊടില്ല. സോ ഇതൊരു കറക്റ്റ് അവസരമാണ്. ഇവന്റെ പിന്നാലെ എങ്ങനെയെങ്കിലും ചുറ്റിപ്പറ്റി കൂടാന്ന് പറഞ്ഞ് ബഗ്ഗി ഇപ്പോ അവനെ ഫോളോ ചെയ്യും. അതേസമയം ഷാങ്സ് ആണെങ്കിൽ അവൻ മാർക്കാരുടെ അടുത്തേക്ക് നടന്നു വരും. അവൻ മാർക്കോട് പറയും, എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് പോകണം. നിങ്ങളുടെ പപ്പ വൈറ്റ് ബിയർഡ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അതെങ്കിലും നിങ്ങൾ ഈ സമയത്ത് ഓർക്കണം. അപ്പോഴായിരിക്കും ഹോക്കായി അവനിപ്പോ തിരികെ നടന്നു പോവാണ്. അതുകൊണ്ട് ആ നേവിക്കാര് ഒരു കാര്യം അന്വേഷിക്കും. അതിനവൻ പറയും, ഞാൻ ഇവിടേക്ക് വന്നത് വൈറ്റ് ബിയർഡുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ്. വൈറ്റ് ബിയർഡിന്റെ ജീവൻ പോയി. ഇനി ഞാൻ ഇവിടെ ഫൈറ്റ് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥമില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ മടങ്ങി പോവാണ്. അവൻ പോകുന്ന സമയത്ത് വീണ്ടും സോൾജേഴ്സിനോട് പറയും, നിങ്ങൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കായിരിക്കും നഷ്ടം ഉണ്ടാവുക. ഇത്രയും നേരം നടന്നതുപോലുള്ള ഫൈറ്റ് അല്ല ഇനി ഉണ്ടാവാൻ പോകുന്നത്. സോ നിങ്ങൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. കട്ട് ചെയ്ത ഇപ്പൊ ഷാങ്സ് ആളിപ്പോ ബ്ലാക്ക് ബിയർഡിന്റെ നേർക്ക് വരികയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യ്. എന്നെ ഫൈറ്റ് ചെയ്ത് നിനക്ക് തോൽപ്പിക്കാൻ പറ്റുമോ? ആദ്യം ബ്ലാക്ക് ബിയർഡിന് ഒരല്പം ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അവന് വൈറ്റ് ബിയർഡിന്റെ പവർ കൂടെ അവന്റെ കൂടെ തന്നെ ഉണ്ട്. മാത്രമല്ല വലിയൊരു ടീമിനെ പോലും അവൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ബ്ലാക്ക് ബിയർഡ് ഒന്ന് വിരളിഞ്ഞൊടിക്കുമ്പോഴേക്കും അവന്റെ ടീം അവന്റെ അടുത്ത് വന്ന് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ബ്ലാക്ക് ബിയർഡ് ഇപ്പൊ ഷാങ്സിനെ നോക്കി കളിയാക്കി ചിരിക്കും. അവന്റെ കണ്ണിന് മുകളിലുള്ള ആ ഒരു അടയാളം അതുണ്ടാക്കിയത് പോലും ബ്ലാക്ക് ബിയർഡാണ്. അവൻ അതൊക്കെ പറഞ്ഞ് ഇപ്പൊ ഷാങ്സിനെ കൂടുതൽ വെറുപ്പിക്കുകയാണ്. ഷാങ്സ് കലി കയറി ബ്ലാക്ക് ബിയർഡിനെ എട്ടിക്കാൻ റെഡി ആയിട്ട് നിൽക്കും. ഉടനെ രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് അങ്ങനെ മറിച്ച് നിൽക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ബ്ലാക്ക് ബിയർഡ് പറയും, എനിക്കിപ്പോ നീയുമായിട്ടൊരു ഫൈറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നത് വൈറ്റ് ബിയർഡിന്റെ പവർ ആയിരുന്നു. അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. പക്ഷെ നിങ്ങളുമായിട്ട് ഇപ്പൊ കൊമ്പ് കോർക്കാനുള്ള സ്ട്രെങ്തിലോ മാനസികാവസ്ഥയിലോ അല്ല ഞാനിപ്പോ ഉള്ളത്. സോ ഞങ്ങൾ പിൻവാങ്ങുകയാണെന്ന് പറഞ്ഞ് ബ്ലാക്ക് ബിയർഡും അവന്റെ ടീമും അവർ തിരിഞ്ഞു നടക്കും. ഉടനെ സെൻഗോക്കു ആണെങ്കിൽ അത് കേട്ട് നോർമലാവും. ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ സ്ഥലം കാണിക്കും. ഈസ് ആണെങ്കിൽ ചെറിയൊരു മന്ദഹാസത്തോടു കൂടെ മരിച്ചു കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് വൈറ്റ് ബിയർഡ് ആൾക്കും ജീവൻ നഷ്ടമായി പാറ പോലെ അങ്ങനെ ഉറച്ചു നിൽക്കുന്നു. മറ്റൊരു ഭാഗത്ത് പൈററ്റ്സുകളും നേവിക്കാരും എല്ലാവരും വലിയ സങ്കടത്തിലാണ്. കാരണം അവർക്ക് പ്രിയപ്പെട്ടവർ പലരും അവരെ വിട്ടുപോയി. പക്ഷെ ഗഗ്ഗോമുറയ്ക്ക് മാത്രം ഭയങ്കര സന്തോഷം. കാരണം അവൻ ആവശ്യമായിരുന്ന ഒരുപാട് ഡെഡ് ബോഡികൾ ഇപ്പൊ അവന് കിട്ടിക്കഴിഞ്ഞു. ഷാങ്സ് ആണെങ്കിൽ ഇവിടെ ഉറപ്പിച്ചു പറയും, എയ്സിനെയും വൈറ്റ് ബിയർഡിനെയും എനിക്ക് ആവശ്യമുണ്ട്. ഈ ലോകം അറിയെ വളരെ റെസ്പെക്ട്ഫുള്ളായി അവർ രണ്ടുപേരെയും എനിക്ക് ഫ്യൂണറൽ ചടങ്ങ് അത് നടത്തിയേ പറ്റൂന്ന് പറയും. അതിനാ ഡോബർമാൻ അവൻ തീർത്തു പറയും, ഒരു കാരണവശാലും ആ രണ്ട് ബോഡിയും നിങ്ങൾക്ക് വിട്ടു തരില്ല. നീ ഒരു പൈറട്ടാണ്. നിന്റെ ആജ്ഞയ്ക്ക് വഴങ്ങാനുള്ള ആൾക്കാരല്ല നേവിക്കാര്. ഞങ്ങൾക്ക് ആ രണ്ട് ബോഡിയും ഈ ലോകത്തിന് മുൻപിൽ കെട്ടിത്തൂക്കണം. ഞങ്ങളുടെ വിജയം അത് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം. ഉടനെ സെൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ ഷാങ്സിന്റെ അടുത്തേക്ക് വരും. നീ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ബോഡിയും നിനക്ക് ഞങ്ങൾ വിട്ടുതരാം. ഇത് മറ്റൊന്നും കൊണ്ടല്ല, നിന്നോടുള്ള ഒരേ ഒരു ബന്ധം കൊണ്ട് മാത്രമാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. പക്ഷെ സെൻഗോക്കുവിനാണെങ്കിൽ യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസവും ഇല്ലാതെ ബാക്കിയുള്ള സോൾജേഴ്സിനോട് പറയും, എത്രയും പെട്ടെന്ന് പരിക്ക് പറ്റിയവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്ക്. ഉടനെ യുദ്ധഭൂമിയിലേക്ക് ഒരുപാട് ഡോക്ടേഴ്സ്, നഴ്സ്, അസിസ്റ്റൻസ് അങ്ങനെ എല്ലാവരും വന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ആ സബ്മറൈൻ കാണിക്കും. അത് കടലിനുള്ളിലൂടെ അങ്ങനെ സ്പീഡിൽ മുൻപോട്ട് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.